അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖ്ഹിലെ ഏഴാമത്തെ പാഠം സുജൂദി തിലാവത്തി വശുക്രി. പാരായണത്തിൻ്റെയും നന്ദിയുടെയും സുജൂദ്. തിലാവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഓത്തിൻ്റെ സുജൂദ്. ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദിയുടെ, അള്ളാഹ്ക്ക് വേണ്ടി നന്ദിയുടെ സുജൂദ് ചെയ്യുക. അതുപോലെ തിലാവത്തിൻ്റെ പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യുക. അതാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഓതുകയോ ഓതുന്നത് കേൾക്കുകയോ ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള 14 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. സജദയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവനാണ് സുജൂദ് സുന്നത്തുള്ളത്. അതായത് ഓതുകയോ അതുപോലെ ഓതുന്നത് കേൾക്കുകയോ ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്തുള്ള 14 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ ഈ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട്. സജദയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവനാണ് സുജൂദ് സുന്നത്തുള്ളത്. അത് ആരെങ്കിലും ഓതുകയോ ഓതുന്നത് കേൾക്കുകയോ ചെയ്താൽ തിലാവത്തിന് സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഓതിയവന് സുജൂദ് സുന്നത്താണ്. ഒരാൾ നിസ്കാരത്തിൽ ഈ തിലാവത്തിന്റെ ആയത്ത് ഓതി, ഈ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് ഓതിയാൽ അവനോടെ തിലാവത്തിന് സുജൂദ് സുന്നത്താണ്. ഈ നിസ്കാരത്തിന്റെ പുറത്താണ്, ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തിലാവത്തിന്റെ ആയത്ത് ഓതുന്നെങ്കിൽ അവനും സുജൂദ് സുന്നത്താണ്. കേട്ടവന്റെ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാവതല്ല. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾ ഓതുന്നത് കേട്ടു തിലാവത്തിന്റെ ആയത്ത്, അവിടെ നിസ്കരിക്കുന്ന ആൾ സുജൂദ് ചെയ്യാൻ പറ്റൂല, ചെയ്യാവതല്ല. ഇമാം സുജൂദ് ചെയ്താൽ മഅ്മൂമിന് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ സഹവിന്റെ പാഠത്തിൽ പറഞ്ഞതുപോലെ ഇമാമ് സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യണം? മഅ്മൂം ചെയ്യണം. ഇമാമ് തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് ഓതിയാൽ ഇമാമ് സുജൂദ് ചെയ്താൽ കൂടെ എന്ത് ചെയ്യണം? മഅ്മൂമും സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. മഅ്മൂം സ്വന്തമായി സുജൂദ് ചെയ്താലും ഇമാമിനോടൊപ്പം സുജൂദ് ചെയ്യാതിരുന്നാലും നിസ്കാരം ബാത്തിലാകും. മഅ്മൂം എന്ത് ചെയ്തു? സ്വന്തമായിട്ട് തിലാവത്തിന് സുജൂദ് ചെയ്തു, നിസ്കാരം ബാത്തിലാണ്. അല്ലെങ്കിൽ ഇമാമ് ചെയ്തു, മഅ്മൂം ചെയ്തില്ല, അവിടെയും മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുകയാണെങ്കിൽ തക്ബീറോട് കൂടി ഒരു സുജൂദ് ചെയ്താൽ മതി. നമ്മൾ തിലാവത്തിന്റെ ആയത്ത് ഓതി നിസ്കാരത്തിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? നേരെ ഒരു സുജൂദ് ചെയ്താൽ മതി. പ്രത്യേക നീയത്തോ മറ്റോ വേണ്ടതില്ല, പ്രത്യേക നീയത്തിന്റെ ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യുക? ഫാത്തിഹയ്ക്ക് ശേഷം ഒരാൾ ഒരു സൂറത്ത് ഓതി, ആ സൂറത്തിൽ എന്തുണ്ടായിരുന്നു? തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്തുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണം? നേരെ സുജൂദിലേക്ക് പോയിട്ട് ഒരു സുജൂദ് ചെയ്തിട്ട് വീണ്ടും നൃത്തത്തിലേക്ക് തന്നെ വന്നിട്ട് റുക്കൂയിലേക്ക് പോകാവുന്നതാണ്. നിസ്കാരത്തിലല്ലെങ്കിൽ സുജൂദിന് 4 ഫർളുകളുണ്ട്. ഇനി നിസ്കാരത്തിലല്ല, ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തിലാവത്തിന്റെ ആയത്ത് ഓതിയെങ്കിൽ അവിടെ 4 ഫർളുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, നിയ്യത്താണത്. തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. 2, എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിയ്യത്തോടു കൂടി തക്ബീർ കെട്ടുക, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. 3, ഒരു സുജൂദ് ചെയ്യുക, അതാണ് ഫർള്, ഒരു സുജൂദ് ചെയ്യുക. 4, സലാം വീട്ടുക. ഇങ്ങനെ 4 ഫർളുകളാണ്. നിസ്കാരത്തിന് പുറത്ത്, അഥവാ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, സാധാരണ വീടുകളിൽ നിന്ന് ഓതുന്നത് പോലെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്ത് ഓതിയതെങ്കിൽ അവിടെ ഈ 4 ഫർളുകൾ ഉണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ മുഴുവനും സുജൂദിനും ഷർത്തുകളാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ 5 ഷർത്തുകൾ ഉണ്ടല്ലോ, ആ 5 ഷർത്തുകൾ ഇവിടെയും ഈ തിലാവത്തിന്റെ സുജൂദിൽ എന്തുണ്ട്? ഷർത്തുകളായിട്ടുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, അതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക തുടങ്ങിയ ഷർത്തുകളൊക്കെ ഉണ്ടല്ലോ, ആ ഷർത്തുകൾ ഇവിടെയും ഷർത്തുകളാണ്. അതേ ഷർത്ത് തന്നെയാണ് ഇവിടെയും. നിസ്കാരത്തിലെ ഷർത്ത് തന്നെയാണ് ഇവിടെ ഈ സുജൂദിലും വേണ്ടത്. സുജൂദിലേക്ക് പോകുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും തക്ബീർ ചൊല്ലലും സുജൂദിൽ സജദ വജീഹലില്ലദി ഹലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് ചൊല്ലലും സുന്നത്താണ്. ഇനി ഈ തിലാവത്തിന് സുജൂദിലുള്ള ദിക്റാണ് പറയുന്നത്. സജദ വജീഹലില്ലദി ഹലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് ചെല്ലേണ്ടത്. ഈ സുജൂദിലേക്ക് പോകുമ്പോഴും അതിൽ നിന്ന് ഉയരുമ്പോഴും തക്ബീർ ചൊല്ലൽ എന്തുണ്ട്? സുന്നത്തുണ്ട്.
ഒരു നിഅമത്ത് ലഭിക്കുകയോ ഒരു വിപത്ത് ഒഴിഞ്ഞു പോവുകയോ രോഗം കൊണ്ടോ ദോഷം കൊണ്ടോ മുസീബത്താക്കപ്പെട്ടവനെ കാണുകയോ സൂറത്തു സ്വാദിലെ സജദയുടെ ആയത്ത് ഓതുകയോ അത് കേൾക്കുകയോ ചെയ്തവന് അള്ളാഹുവിന് ശുക്രായി ഒരു സുജൂദ് സുന്നത്താണ്. അപ്പോൾ കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചത് തിലാവത്തിന്റെ സുജൂദിനെ കുറിച്ചാണ്. ഈ ഒരു പാരഗ്രാഫ് പറയുന്നത് ഇതിനെ കുറിച്ചാണ്, ശുക്രിന്റെ സുജൂദ് അഥവാ നന്ദിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെപ്പോഴാണ് ചെയ്യേണ്ടത്? ഒരു നിയാമത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചാൽ, ഒരു അനുഗ്രഹം ലഭിക്കുകയോ ഒരു വിപത്ത് ഒഴിഞ്ഞു പോവുകയോ ചെയ്യുക. എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി രോഗമുണ്ട് നമ്മുടെ നാട്ടിൽ, ആ നാട്ടിൽ നിന്ന് ആ രോഗം ഒഴിഞ്ഞു പോയാൽ അവിടെയും നന്ദിക്ക് വേണ്ടി ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. രോഗം കൊണ്ടോ ദോഷം കൊണ്ടോ മുസീബത്താക്കപ്പെട്ടവനെ കാണുക. സ്ഥിരമായിട്ട് രോഗമുള്ള ഒരാൾ, എത്രയായാലും മാറാവ്യാധി ഉള്ള ഒരാളെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം, നന്ദിയുടെ സുജൂദ് ചെയ്യണം. നമുക്കത് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് കരുതി നമ്മൾ അവിടെ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. അയാളെ കാണാൻ പാടില്ല, നമ്മൾ അയാളെ കാണാതെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സൂറത്ത് സ്വാദിലെ സജദയുടെ ആയത്ത് ഓതുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 14 തിലാവത്തിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഖുർആനിൽ. അതിൽ 13 തിലാവത്തിന്റെ സുജൂദിന്റെ ആയത്താണ്. അതിലൊന്ന് എന്താണ്? ശുക്രിന്റെ സുജൂദിന്റെ ആയത്താണ്. ഇത് സൂറത്ത് സ്വാദിലാണ് വന്നിട്ടുള്ളത്. ആ സ്വാദിലെ ആയത്ത് ആരെങ്കിലും ഓതിയാൽ അവിടെയും അവന് ശുക്രിന് സുജൂദ് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും ഓതുന്ന ഒരാൾ കേട്ടാലും അവനും എന്ത് ചെയ്യാം? ശുക്രിന്റെ നന്ദിയുടെ സുജൂദ് ചെയ്യാൻ സുന്നത്താണ്. അത് തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ്. ഈ തിലാവത്തിന്റെ സുജൂദിന്റെ അതേപോലെ തന്നെയാണ് ശുക്രിന്റെ സുജൂദും. നിസ്കാരത്തിൽ ഇത് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ പറ്റും, പക്ഷേ ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ പറ്റൂല. നന്ദിയുടെ സുജൂദേ ആരെങ്കിലും നിസ്കാരത്തിൽ ചെയ്താൽ അവന്റെ നിസ്കാരം ബാത്തിലാകും. ഒരാൾ സൂറത്ത് സ്വാദ് ഓതി, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് സ്വാദിലെ ആയത്ത് ഓതിയപ്പോൾ അതിൽ ഈ ആയത്ത് ഓതി ഈ ശുക്രിന്റെ, എന്നിട്ട് എന്ത് ചെയ്തു? അവൻ നന്ദിയുടെ സുജൂദ് ചെയ്തു. നിസ്കാരം ബാത്തിലാണ്. രോഗിയെ കാണുമ്പോൾ അവൻ കാണാതെ വേണം സുജൂദ് ചെയ്യാൻ. രോഗിയെ കാണുമ്പോൾ അവൻ കാണാതെ സുജൂദ് ചെയ്യണം. രോഗിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ സുജൂദ് ചെയ്യരുത്. അവൻ കാണരുത്, കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുത് രോഗിക്ക്. ഇനി നമുക്ക് കണ്ടെത്താം. അതിൽ ഒന്നാമത്തത് സജദയുടെ ആയത്തുള്ള സൂറത്തുകളും ആയത്തിന്റെ നമ്പറുകളും. നമ്മൾ നേരത്തെ പറഞ്ഞു സൂറത്ത് സ്വാദില് അത് ശുക്രന്റെ സുജൂദാണ്. സൂറത്ത് സ്വാദിൽ 24 ആയത്ത്. പിന്നെ സൂറത്ത് സജദയിലെ 15 ആയത്ത്. അങ്ങനെ ബാക്കിയുള്ളവ കണ്ടെത്തുക. രണ്ടാമത്തത് സുജൂദിന്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെയാണ് സുജൂദിന്റെയും ഷർത്തുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക, ഖിബ്ലക്ക് മുന്നിടുക പോലുള്ള ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 5 ഷർത്തുകൾ. 3 വിപത്ത് ഒഴിഞ്ഞു പോയതിനൊരു ഉദാഹരണം. എന്തെങ്കിലും മാറാവ്യാധി അസുഖങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഇനി ഉത്തരം പറയാം. സജദയുടെ സുജൂദ് സുന്നത്താണ് ആർക്ക്? സജദയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവനാണ് സുജൂദ് സുന്നത്തുള്ളത്. 2 സജദയുടെ സുജൂദ് വാജിബാണ് ആർക്ക്? ഇമാമ് സജദയുടെ സുജൂദ് ചെയ്താൽ മഅ്മൂമിന് വാജിബാണ്. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ഇമാമ് ഈ സുജൂദ് ചെയ്താൽ എന്താണ്? മഅ്മൂമിനും വാജിബാണ്. അവിടെ ഇമാമിന് സുന്നത്തേ ഉള്ളൂ, പക്ഷെ മഅ്മൂമിന് അവിടെ നിർബന്ധമായി വരുന്നുണ്ട്. 3 കേട്ടാൽ സുജൂദ് പാടില്ലാത്തവൻ ആരാണ്? ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ ഓതുന്നത് കേട്ടു എങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, നിസ്കാരം ബാത്തിലാണ്. 4 ശുക്രിന്റെ സുജൂദ് സുന്നത്താണ് ആർക്ക്? എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായി, ഒരു നിയാമത്ത് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിപത്ത് മാറാവ്യാധി നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോയി, അപ്പോഴും ശുക്രിന്റെ സുജൂദ് സുന്നത്താണ്. ഇനി വ്യക്തമാക്കാനാണ്. 1 നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന രൂപം. എങ്ങനെയാണ് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യല്? നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുകയാണെങ്കിൽ തക്ബീറോട് കൂടി ഒരു സുജൂദ് ചെയ്താൽ മതി. പ്രത്യേക നിയ്യത്തോ മറ്റോ വേണ്ടതില്ല. നിസ്കാരത്തിൽ അല്ലാതെ ചെയ്യുന്ന സുജൂദിന്റെ ഫർദുകൾ എത്രയാണ്? 4 തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, നിയ്യത്ത്. 2 തക്ബീറത്തുൽ ഇഹ്റാം. 3 ഒരു സുജൂദ് ചെയ്യുക. 4 സലാം വിട്ടുക. 3 നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന സുജൂദ് ഏതാണ്? ശുക്രിന്റെ, നന്ദിയുടെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇനി ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറഅ ഇബ്നു ആദമ അസ്സജദത ഫസജദ. ഒരു ആദം സന്തതി, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക?
ഒരാൾ സജദയുടെ ആയത്ത് ഓതിയാൽ ഫസജദ, അവൻ സുജൂദ് ചെയ്യട്ടെ, തിലാവത്തിന് സുജൂദ് ചെയ്യട്ടെ. എഴുത്തസല ഷെയ്ത്താൻ യബ്കി വയപ്പോലും, ഷെയ്ത്താൻ എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകും. എന്നിട്ട് പറയും, യാ വൈലത്ത, എൻ്റെ നാശമേ, ഉമിറ ഇബ്നു ആദമ ബി സുജൂദി, മനുഷ്യനോട് അല്ലാഹു തആല സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. ഫസജദ, അവൻ സുജൂദ് ചെയ്തു. ഫലഹുൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട്. വ ഉമിർതു ബി സുജൂദി, എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, പണ്ട് ആദനബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഫഅസൈതു, ഞാൻ അതിനെ എതിരെ പ്രവർത്തിച്ചു, ഞാൻ തിരിഞ്ഞു കളഞ്ഞു. ഫലിയ അന്നാർ, എനിക്ക് നരകമുണ്ടെന്ന് ഷെയ്ത്താൻ സങ്കടപ്പെട്ട് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. നാളെ എക്സാമാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.